പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹവീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എബ്രായർ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തിളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന്. നമ്മുടെ ചേതനയിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയ വചനം കൊണ്ട് നമ്മൾ നിറയുവാൻ, ആ വചനം വായിക്കുവാൻ, ആ വചനം ധ്യാനിക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അപ്പോൾ തന്നെ വലിയ സമാധാനം, വലിയ സന്തോഷം, വലിയ സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുദിനം വചനം വായിക്കാനുള്ള ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാം തിരുവചനം പറയുകയാണ്: എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. എൻ്റെ വചനങ്ങളിൽ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, ആഗ്രഹമർപ്പിക്കുവിൻ, വചനത്തോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. അതുവഴി വലിയ ജ്ഞാനം നമുക്ക് ലഭിക്കുമെന്ന്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്: ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. അതുവഴി വലിയ ജ്ഞാനത്തിൽ വളരുവാൻ, വലിയ സൗഖ്യം കൊണ്ട് നമ്മൾ നിറയുവാൻ, വലിയ ദൈവാനുഭവം കൊണ്ട് നിറയുവാൻ, വലിയ അഭിഷേകം കൊണ്ട് നിറയുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ രാജ്ഞിയായ മറിയമേ, വചനം വായിക്കുവാൻ, വചനം പഠിക്കുവാനുള്ള വലിയ അഭിഷേകം ലഭിക്കുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് സകല വിശുദ്ധരെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് നിറയുവാൻ, വലിയ സൗഖ്യം കൊണ്ട് നിറയുവാൻ, വലിയ വചനാഭിഷേകം കൊണ്ട് നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.